ഹലോ ഫ്രണ്ട്സ്. സാധാരണ നിലയിൽ ആളുകൾ താമസിക്കാൻ ഉപയോഗിക്കുന്ന ഇടങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും അല്ലേ? എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആളുകൾ താമസിച്ചിരുന്ന അത്യത്ഭുതകരവും അതിവിചിത്രവുമായിട്ടുള്ള ചില ഇടങ്ങളാണ് നമ്മുടെ ഇന്നത്തെ സിക്സ്ത് സെൻസ് മലയാളം SSMന്റെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ സത്യത്തിൽ ഇത് കാണുമ്പോണ്ടല്ലോ ഇങ്ങനെയും ചില ഇടങ്ങളിൽ ആളുകൾ താമസിച്ചിരുന്നോ എന്ന് നമ്മൾ വണ്ടടിച്ചു പോകും കേട്ടോ. സോ നമ്മളിപ്പോൾ 10th പോവാണ്. അതാണ് ബ്രസീലിയൻ ഫവേല. ബ്രസീലിലെ ഏറ്റവും വലിയ നഗരങ്ങളിലെ പ്രത്യേകിച്ച് റിയോ ഡി ജനീറോ, സാവോപോളോ എന്നിവയുടെ ഉള്ളിലോ ഭ്രാന്ത പ്രദേശത്തോ സ്ഥിതി ചെയ്യുന്ന ഒരു ചേരി അല്ലെങ്കിൽ കുടിലുകളാൽ നിറഞ്ഞൊരു ഇടം, അതാണ് ഫവേല എന്നറിയപ്പെടുന്നത്. ഒരു നഗരത്തിന്റെ അരികിലുള്ള ഒഴിഞ്ഞ സ്ഥലം കയ്യേറ്റക്കാർ കൈവശപ്പെടുത്തുകയും അവിടെ കുടിലുകൾ നിർമ്മിക്കുകയും ചെയ്യുമ്പോഴാണ് സാധാരണയായിട്ട് ഒരു ഫവേല ഉണ്ടാകുന്നത്. സത്യത്തിൽ ഇങ്ങനെയാണ് ജനങ്ങൾ ജീവിച്ചു പോരുന്നത് എന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ് കേട്ടോ. റിയോ ഡി ജനീറോയിലെ കുത്തനെയുള്ള മലഞ്ചെരിവുകളിൽ പറ്റി നിൽക്കുന്നവയാണ് അറിയപ്പെടുന്ന ഫവേലകളിൽ ചിലതെന്ന് പറയുന്നത്. മരത്തിന്റെ അവശിഷ്ടങ്ങൾ, ടാബ് എന്നിവയിൽ നിന്ന് രൂപകൽപ്പന ചെയ്ത താൽക്കാലിക ഘടനകളിൽ നിന്നിട്ടാണ് ഫവേല ഭവന നിർമ്മാണം സാധാരണയായിട്ട് ആരംഭിക്കുന്നത്. കാലക്രമേണ ഇഷ്ടിക, സിൻഡർ ബ്ലോക്കുകൾ, ഷീറ്റ് മെറ്റൽ തുടങ്ങിയവ ഉപയോഗിച്ച് കൂടുതൽ മോടി പിടിപ്പിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ഇവ പരസ്പരം അടുക്കി വെച്ചിരിക്കുന്ന വീടുകളായാണ് തോന്നുക കേട്ടോ. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം അവിടുത്തെ ജീവിതത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നൊക്കെ ഉണ്ട്. വളരെ അപകടകാരികളായിട്ടുള്ള നിരവധി ആളുകളുടെ വിഹാര കേന്ദ്രമാണ് ഇവിടെ എന്ന് പറയുന്നത്. ഒരു ഗൈഡിനെ ഉപയോഗിച്ച് മാത്രമേ ഫവേലകളുടെ സത്യസന്ധമായിട്ടുള്ള ചില നല്ല ഭാഗങ്ങൾ സന്ദർശകർക്ക് കാണാനൊക്കെ പറ്റത്തുള്ളൂ. എടുത്തു പറയേണ്ട മറ്റൊന്ന്, ചേരികളാണെങ്കിലും വർഷങ്ങളായിട്ട് വളർന്നു വന്ന ഇവിടുത്തെ കലാകൂട്ടായ്മയുടെ ഒരു കാര്യമാണ് കേട്ടോ. അവിടുത്തെ ആളുകളുടെ സർഗാത്മകതയുടെ തീപ്പൊരികൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫവേലകളുടെ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു മറ്റൊരു കാര്യം, ഏതാണ്ട് 100,000 ആളുകൾ തിങ്ങി നിറഞ്ഞതാണ് അവരുടെ ജീവിതം തള്ളി നീക്കുന്നത് കേട്ടോ. സോ 9th വൺ എന്ന് പറയുന്നത് ക്ലിഫ് വില്ലേജ് ആണ്. ചൈനയിലെ മലഞ്ചെരിവുകളിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ ഗ്രാമങ്ങളാണ് ക്ലിഫ് വില്ലേജുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2600 അടി ഉയരമുള്ള പാറക്കെട്ടിന് മുകളിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വില്ലേജുകൾ ദൂരെ നിന്ന് പോലും എളുപ്പത്തിൽ മറ്റുള്ളവർക്ക് കാണാൻ പറ്റും. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഈ അടുത്ത കാലത്തായിട്ട് ഇതൊരു സൂപ്പർ ഫേമസ് വിനോദ സഞ്ചാര കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പണ്ട് കാലങ്ങളിൽ ചൈനയിലെ വളരെ ദരിദ്രരായിട്ടുള്ള ആളുകൾ താമസിച്ചിരുന്ന ഒരു ഗ്രാമമായിരുന്നു ഇത്. ആ കാലത്ത് പർവ്വതങ്ങളോട് ചേർന്ന് കൈകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കൂട്ടം റാറ്റൻ ഗോവണികളിലൂടെ മാത്രമേ ഇത് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുമായിരുന്നുള്ളൂ. ഈ ഗ്രാമത്തെ പുറം ലോകവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഏക ഗതാഗത മാർഗവും ഇതാണ് കേട്ടോ. അതിലൂടെ ഏതാണ്ട് 2 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ അവർക്ക് പുറം ലോകത്തേക്ക് എത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. വളരെ ഇടുങ്ങിയതും നീളമുള്ളതുമായിട്ടുള്ള ഈ പാത ഒട്ടും സുരക്ഷിതമായിരുന്നില്ല. 2016 പ്രാദേശിക സർക്കാർ ഇതിന്റെ നവീകരണത്തിനായിട്ട് കുറച്ച് പണം നിക്ഷേപിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു പുതിയ സ്റ്റീൽ ഗോവണി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് അവരുടെ യാത്രാ സമയത്തെ ഗണ്യമായിട്ട് കുറച്ചു. ആ ഗോവണിക്ക് 2556 പടികളും ഏകദേശം 2 മൈൽ നീളമുണ്ട്. ഇത് അവിടുത്തെ ഗ്രാമീണർക്ക് സുരക്ഷിതമായിട്ട് പടികൾ കയറി ഇറങ്ങാനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ്. നിലവിൽ ക്ലിഫ് ടോപ്പ് ഗ്രാമീണരുടെ പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് പല കുടുംബങ്ങളെയും സർക്കാർ കൂടുതൽ മെച്ചപ്പെട്ട ഇടങ്ങളിലേക്ക് മാറ്റിയൊക്കെ പാർപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഇത്രയും വിചിത്രമായിട്ടുള്ള ഈ സ്ഥലത്ത് ആളുകൾ താമസിച്ചിരുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ടോ അല്ലേ? സോ 8 കംബോഡിയയിലെ ചൊങ്കാനിയ ഫ്ലോട്ടിംഗ് വില്ലേജ്. കംബോഡിയയിലെ സിയാം റീച്ച് മേഖലയിലാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമെന്ന് അറിയപ്പെടുന്ന ഡോണൽ സാപ്പ് തടാകം സ്ഥിതി ചെയ്യുന്നത്. മത്സ്യ സമൃദ്ധിയുടെ കേന്ദ്രമായിട്ടുള്ള ഈ സ്ഥലം നിരവധി ആളുകളുടെ വീടും കൂടിയാണ് കേട്ടോ. പ്രത്യക്ഷത്തിൽ നിരവധി ആളുകൾ ഈ തടാകത്തിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയിക്കേണ്ട കാര്യമില്ല. അവര് തന്നെ ഭൂരിഭാഗം ആളുകളും ജലത്തിന്റെ ഉപരിതലത്തിലുള്ള ഹൗസ് ബോട്ടുകളിലാണ് താമസിക്കുന്നത്. 200-ലധികം വ്യത്യസ്ത ജീവിവർഗങ്ങളുള്ള ഈ തടാകം യഥാർത്ഥത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. തടാകത്തിൽ ജനവാസമുള്ള പ്രദേശങ്ങളുടെ വ്യത്യസ്തമാർന്ന ചെറിയ പോക്കറ്റുകളുണ്ട്. ഇവ പിന്നീട് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ പ്രത്യേക ഗ്രാമങ്ങളായിട്ട് അറിയപ്പെടുന്നു. അത്തരത്തിലൊരു ഗ്രാമമാണ് ചോങ്കാനിയ. തടാകത്തിൽ താമസിക്കുകയും അവിടെ തന്നെ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഏകദേശം 1000 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവിടെ. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തീർത്തും ആ തടാകത്തെ മാത്രം ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ചൊങ്കാനിയ ഫ്ലോട്ടിംഗ് വില്ലേജിലെ ജനങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ടൂറിസ്റ്റ് വ്യവസായം അസാൻമാർഗികമായ രീതിയിൽ ഈ ആളുകളെ ശരിക്കും ചൂഷണം ചെയ്യുന്നത് ഇവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് കേട്ടോ. വിനോദസഞ്ചാരികളായിട്ട് എത്തുന്നവർ പലരും അവിടുത്തെ സാധാരണ ജനങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കാറില്ല. സോ നമ്മൾ 7th പോയിന്റ് ആണ് നമ്മുടെ ചൈനയിലെ ഹാൾസ്റ്റാറ്റ് ആണ്. ഓസ്ട്രിയയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിൽ ഒന്നാണ് ഹാൾസ്റ്റാറ്റ് എന്ന് പറയുന്നത്. എന്നാൽ സവിശേഷമായ ഈ ഹോൾസ്റ്റാറ്റ് ചൈനയിലും കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ പുരാതന യൂറോപ്യൻ ഗ്രാമത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു പകർപ്പാണ് ചൈനയിലെ ഹോങ്സോങ് പ്രവിശ്യയിൽ പുനർനിർമ്മിച്ചിരിക്കുന്ന
ഈ ഹാൾസ്റ്റാറ്റ്. ഇത് തികച്ചും വിചിത്രമാണ്. എന്നാൽ അവ്യക്തമായിട്ടുള്ള ഒരു ഓസ്ട്രിയൻ നഗരത്തെ എങ്ങനെ കൃത്യമായിട്ട് കണ്ടെത്തി മറ്റൊരിടത്ത് പുനർനിർമ്മിക്കാൻ കഴിഞ്ഞു എന്നത് തികച്ചും അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വാസ്തവത്തിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ശീലം അവർക്കുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുന്ന ചില ആർക്കിടെക്റ്റുകളും ടൗൺ പ്ലാനിംഗ് ചൈനയ്ക്കുണ്ട് കേട്ടോ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇത്തരം പ്രശസ്തമായതും അല്ലാത്തതുമായിട്ടുള്ള ചില പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ അവർ നടത്താറുണ്ട്. ഓസ്ട്രിയയിലെ യഥാർത്ഥ ഹാൾസ്റ്റാറ്റിന് നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു സമ്പന്നമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. അത് യഥാർത്ഥ ഹാൾസ്റ്റാറ്റിന് നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു സമ്പന്നമായ ഒരു ചരിത്രമാണ്. അത് ചെറുപട്ടണങ്ങളെ നിർമ്മിക്കുന്ന ചരിത്രപരവും യുനെസ്കോ സംരക്ഷിതവുമായ വാസ്തുവിദ്യയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ പറയുന്ന ഹോങ്കോങ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ചൈനയുടെ ഹാൾസ്റ്റാറ്റ് 2012 നിർമ്മിച്ചതാണ്. വാസ്തവത്തിൽ സ്പിങ്സ്, ഈഫേൽ തുടങ്ങിയ പ്രശസ്തമായിട്ടുള്ള സൈറ്റുകളിലെ പൂർണ്ണമായ പകർപ്പുകൾ മുതൽ സഞ്ചാരയോഗ്യമായ വെനീഷ്യൽ കനാലുകളും ടവറുകളും വരെ ചൈനയിലുണ്ട് കേട്ടോ. ഈ പുതിയ ഹാൾസ്റ്റാറ്റിലെ വസ്തുവകൾ സമ്പന്നരായിട്ടുള്ള ചൈനീസ് ആളുകൾക്ക് വിൽക്കുക എന്നതായിരുന്നു ഈ നിർമ്മിതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. യഥാർത്ഥ ഓസ്ട്രിയൻ പട്ടണത്തിൽ ഇത്തരത്തിൽ സ്വത്ത് കൈവശം വയ്ക്കാൻ കഴിയാത്ത ചൈനക്കാർക്ക് ഇതൊരു അനുഗ്രഹമാണ്. അതിന്റെ ഭാഗമായിട്ട് ചില വീടുകളും അലങ്കാരങ്ങളും സെൻട്രൽ ചർച്ച് കെട്ടിടവും ഒക്കെ പുനർനിർമ്മിച്ച ചൈന മിൻ മെറ്റൽസ് കമ്പനിയാണ് മനോഹരമായിട്ടുള്ള ഈ പട്ടണത്തിനെ ഇത്തരത്തിൽ ഒരുക്കിയത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്ഥലമാണ് പുനഃസൃഷ്ടിച്ച് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. സോ അടുത്തത് സെന്റിനൽ ഡി ലാസ് ബോഡഗാസ് അതിമനോഹരവും അതുല്യവുമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ആൻഡലൂഷ്യയിലെ തെക്കൻ സ്പാനിഷ് മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വെളുത്ത ഗ്രാമം അല്ലെങ്കിൽ പ്യൂബോ ബാങ്കോ എന്നറിയപ്പെടുന്ന പട്ടണങ്ങളിൽ ഒന്നാണിത്. ഈ ഗ്രാമത്തിലെ കെട്ടിടങ്ങളെല്ലാം തന്നെ വെള്ളച്ചായം പൂശിയതാണ്. അവരുടെ ആകർഷണങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് ഈ സ്ഥലങ്ങളുടെ ഏകത തന്നെയാണ്. ഈ പ്യൂബോയിലെ പല വീടുകളും പാറക്കെട്ടിന്റെ വശങ്ങളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാറക്കെട്ടിന്റെ ഓവർ ഹാങ് വഴി അവർ സൂര്യന്റെ ചൂടിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നു. പല കെട്ടിടങ്ങൾക്ക് മുന്നിൽ അത് ഒരുതരം ഷെയ്ഡുള്ള ടെറസ് പോലെ കാണപ്പെടും. ചുട്ടുപൊള്ളുന്ന സ്പെയിനിലെ സൂര്യന്റെ ചൂടിനെ നിയന്ത്രിക്കാൻ ഈ പാറക്കെട്ടുകൾ സഹായിക്കുന്നു. വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആകർഷകമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത്. കാഴ്ചയിൽ അതിമനോഹരമായിട്ടുള്ള ഈ സ്ഥലത്ത് താമസിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഫ്രണ്ട്സ്? സോ 5 ടണൽസ് ഓഫ് ബുക്കാറസ്റ്റ്. റൊമാനിയയുടെ തലസ്ഥാനമായിട്ടുള്ള ബുക്കാറസ്റ്റിലാണ് ഈ തുരങ്കങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. നിരവധി ആളുകളാണ് ഇവിടെ അഴുക്ക് ചാലുകളിൽ താമസിക്കുന്നത്. ഏകദേശം 1100 കുട്ടികൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം രാജ്യത്തെ അനാഥാലയങ്ങൾ പെട്ടെന്ന് അടച്ചുപൂട്ടുകയും അവർക്ക് പോകാനായിട്ട് ഒരിടമില്ലാതെ ഒരു തലമുറയെ അവശേഷിപ്പിക്കുകയൊക്കെ ചെയ്തു. അവർ പിന്നീട് തെരുവുകളിൽ അഭയം തേടി. അത് വർഷങ്ങൾ മുമ്പായിരുന്നു കേട്ടോ. അതിനുശേഷം നിരവധി കുട്ടികൾ ആ തെരുവിൽ ഒരു വീട് കണ്ടെത്തി. അത് പക്ഷേ നഗരത്തിന് താഴെയുള്ള തുരങ്കങ്ങളിലായിരുന്നു എന്ന് മാത്രം. പോകാനായിട്ട് മറ്റൊരിടമില്ലാത്തതിനാൽ അവർ ആ അഴുക്ക് ചാലുകളുടെ ടണലിൽ ജീവിതം കഴിച്ചുകൂട്ടി. ഇവരിൽ പലരും മയക്കുമരുന്നിന് അടിമകളാണ്. ഈ ഭയാനകമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന നിരാശരായിട്ടുള്ള ഇത്തരം ആളുകൾക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങളൊന്നും കിട്ടാറില്ല. അത്യാവശ്യ സാഹചര്യങ്ങളിൽ അടിസ്ഥാന വൈദ്യ സഹായം നൽകാനായിട്ട് ഒരു ചാരിറ്റി ഇവരെ സഹായിക്കാറുണ്ട് എന്ന് മാത്രം. പക്ഷേ സർക്കാർ ഇവരുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നത് വിരളമായിരുന്നു. ഒന്ന് ഓർത്തു നോക്കൂ, ഇത്ര ദുരിതപൂർണമായിരിക്കും അല്ലേ ആ ടണലുകളിലുള്ളവരുടെ ജീവിതം എന്ന് പറയുന്നത്. സോ 4th യാക്കൂട്ട്. ഔദ്യോഗികമായിട്ട് ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള നഗരമായിട്ടാണ് യാക്കൂട്ട് അറിയപ്പെടുന്നത്. റഷ്യയിലെ ഈ സൈബീരിയൻ പ്രവിശ്യയിലെ താപനില പതിവായിട്ട് -44 ഡിഗ്രി ഫാരൻഹീറ്റത്തിന് താഴെയാണ്. സാധാരണഗതിയിൽ അത് അവിടുത്തെ കുറഞ്ഞ തണുപ്പ് മാത്രമാണ്. പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ അതിനേക്കാളും തണുപ്പ് ലഭിക്കുമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ആശ്ചര്യപ്പെട്ടേക്കാം കേട്ടോ. -83.9 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയ റെക്കോർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ താപനില. 1987 ഫെബ്രുവരിയിലായിരുന്നു അത്. ആളുകൾ എങ്ങനെയാണ് ആ കൊടും ശൈത്യത്തെ അതിജീവിച്ചതെന്ന് ആശ്ചര്യം തോന്നിയേക്കാം. ആർട്ടിക് സർക്കിളിന് തെക്ക് ഏകദേശം 280 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് ഏകദേശം 3 ലക്ഷത്തി ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ. ഈ ശൈത്യകാലത്ത് അവരുടെ ജീവിതം ശരിക്കും പ്രയാസകരമാണ്. അവിടുത്തെ ഈ കൊടും മഞ്ഞുകാലത്ത് ഒരു മെറ്റൽ ഫ്രെയിമുള്ള കണ്ണട ധരിച്ചാൽ പോലും അത് മുഖത്തിരുന്ന് ഫ്രീസ് ആയി പോവും. തിരിച്ച് ഊരിയെടുക്കാൻ നേരം മുഖത്തെ തൊലി വരെ കൂടെ ഇളകിപ്പോരും. ഡ്രൈവിംഗിന്റെ കാര്യം അതിലും കഷ്ടം തന്നെ. ദിവസത്തിൽ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും കാറുകൾ നിർത്താതെ ഓടിക്കേണ്ട അവസ്ഥയാണ്. കാരണം എവിടെയെങ്കിലും ഒന്ന് നിർത്തിയാൽ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മറ്റൊരു വഴിയുമില്ല. കാറിൽ നിന്നും പുറത്തേക്ക് പോകുന്ന പുക പോലും തണുത്ത് മരവിച്ച അവസ്ഥയാണ്. ഇത്തരത്തില് പല ബുദ്ധിമുട്ടുകളും ഈ ശൈത്യകാലത്ത് അവിടെയുള്ള ആളുകൾക്ക് നേരിടേണ്ടി വരും. ഈ തണുപ്പുമായിട്ട് സമാരസപ്പെട്ട് ജീവിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതിനായിട്ട് വസ്ത്രങ്ങളെയാണ് അവർ കൂട്ടുപിടിക്കുന്നത്. പല പാളികൾ
മുകളിലായിട്ട് ജാക്കറ്റുകളും കോട്ടും ഗ്ലൗസും തൊപ്പിയും ഹൂഡിയും എല്ലാം ധരിച്ച് ശരീരം കഴിവതും ചൂടാക്കി നിർത്തുവാനാണ് ഇവർ ശ്രമിക്കുന്നത്. ക്യാബേജ് പോലെ അടുക്കുകളായിട്ട് വസ്ത്രം ധരിക്കുമെന്നാണ് ഇവിടുത്തുകാർ ഈ വസ്ത്രദാനത്തെ വിശേഷിപ്പിക്കുന്നത്. തുടർച്ചയായ പെർമാഫ്രോസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ നഗരവും കൂടിയാണ്. വിന്ററിൽ ഇവിടുത്തെ ഡേ ടൈം വെറും 4 മണിക്കൂർ മാത്രമാണ്. സമ്മറിൽ ഇത് 21 മണിക്കൂറാകുമെന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയൊരു മഞ്ഞ് കാലത്ത് പോലും തണുത്ത് വിറച്ചിരിക്കുന്ന നമ്മളൊക്കെ ഈ യാക്കോട്ടിൽ ചെന്ന് പെട്ട എന്താ സ്ഥിതി. സോ നമ്മൾ മൂന്നാമത്തെ ഇതിലേക്ക് പോവാണ്. കൂബർപടി. ദക്ഷിണ ഓസ്ട്രേലിയൻ മരുഭൂമിയിലെ ഒരു ഓപ്പൽ ഖനിയാണ് കൂബർപടി എന്ന് പറയുന്നത്. ഭൂഗർഭ ആവാസ വ്യവസ്ഥയ്ക്ക് പേരുകേട്ട നഗരമാണിത്. ഓസ്ട്രേലിയയിലെ ആലിസ് സ്പ്രിങ്സിനും അഡ്ലൈസിനും ഇടയ്ക്കുള്ള മരുഭൂമിക്കടിയിലാണ് കൂബർപടി സ്ഥിതി ചെയ്യുന്നത്. ഭൂമിക്കടിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു നഗരമാണ് കൂബർപടി. മരുഭൂമിയിലെ കടുത്ത ചൂട് സഹിക്കാൻ പറ്റാതെ ആളുകൾ താമസം ഭൂമിക്കടിയിലേക്ക് മാറ്റുകയും കാലക്രമേണ ഇവിടേക്ക് വരുന്ന മനുഷ്യരെല്ലാം തന്നെ ഈ ഒരു ജീവിത രീതി പിൻപറ്റുകയും ചെയ്തു. നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാത്ത ഇവിടെ കൃത്രിമ വെളിച്ചത്താലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ഭൂമിക്ക് മുകളിലുള്ള വീടുകളുടെ മാതൃകയിൽ തന്നെയാണ് ക്യൂബർപടിയും വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കിടപ്പുമുറികളും അതിഥി മുറികളും അടുക്കളയും എല്ലാം ഉള്ള വീടുകളാണ് ക്യൂബർപടിയിലുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെയുള്ള ആളുകൾ സാധാരണ ജീവിതം നയിച്ചു എന്നായിരുന്നു. എന്നാൽ പിന്നീട് ഓപ്പൽ രത്നം തേടി നിരവധി ആളുകൾ ഇവിടേക്ക് വരാൻ തുടങ്ങി. ഭൂമിക്കടിയിലെ വാസയോഗ്യമായിട്ടുള്ള ഈ ഇടം സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഇത് കണ്ടിട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് അവിടെ പോകണമെന്ന് തോന്നിയോ ഫ്രണ്ട്സ്? ഇനി ടു മൗണ്ട് ഫാൻജിങ്. ഈ സ്ഥലത്ത് എത്താൻ നിർഭയനായ ഏതൊരു സന്ദർശകനും 8000-ലധികം പടികൾ കയറണം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അത്യുത്ഭുതകരമായിട്ടുള്ള ഒരു ഇടമാണ് ഇത്. ചൈനയുടെ തെക്ക് പടിഞ്ഞാറൻ റോളിംഗ് പർവ്വത നിരയിലെ ഫാൻജിങ് പർവ്വതത്തിന് മുകളിലാണ് ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. 500 വർഷത്തിലേറെ ചരിത്രമുള്ള ബുദ്ധക്ഷേത്രങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 2572 മീറ്റർ ഉയരത്തിൽ ഫെങ് വാങ് പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗോൾഡൻ സമ്മിറ്റ് ആണ് ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അവിടെ ഒരു ബുദ്ധ ദീപാങ്കര ക്ഷേത്രമുണ്ട് കേട്ടോ. രാത്രികളിൽ മനോഹരമായി പ്രകാശിക്കുന്ന മഷ്റൂം സ്റ്റോൺ ആണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം. ഇത്രയും ഉയരത്തിലുള്ള ഈ കൊടുമുടിയിൽ ഇങ്ങനെ ഒന്ന് നിർമ്മിക്കാനുള്ള എല്ലാ സാമഗ്രികളും അന്ന് എങ്ങനെ അവിടെ എത്തിച്ചിട്ടുണ്ടാകുമെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കിയാൽ നിങ്ങൾ എത്ര ശ്രമകരമായിരിക്കുമല്ലേ ഇത്. എന്തായാലും ഡ്രോൺ ക്യാമറ ക്രേസ് ഉള്ളവർക്ക് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇത്. ഇനി നമ്മുടെ ലാസ്റ്റ് മത്സ്യമ ടുണീഷ്യ. ടുണീഷ്യയുടെ തെക്കൻ ഭാഗത്തുള്ള മത്സ്യമേട ടോഗ്ലോ ഹൈറ്റ് ഹോമുകളുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് സമ്മാനിക്കുന്നത് കേട്ടോ. ഈ ശ്രദ്ധേയമായ കെട്ടിടങ്ങൾ ഏറെ കൗതുകകരമായിട്ടുള്ള വടക്കേ ആഫ്രിക്കൻ രാജ്യത്തിന്റെ പുരാതന ഭൂതകാലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ഇടയ്ക്കിടെ ഈന്തപ്പനകളും ഒലിവ് തോട്ടങ്ങളും നിറഞ്ഞ നഗ്നമായ മണ്ണിന്റെ സമതലമാണ് നമുക്ക് തോന്നുക. എന്നാൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മൃദുവായി പാറയിൽ കൊത്തിയെടുത്ത നിരവധി ഗർത്തങ്ങൾ അവിടെ കാണാൻ പറ്റും. ടുണീഷ്യൻ വീടുകളിലെ ക്ലാസിക് ലേഔട്ട് അനുസരിച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ട്രോഗ്ലോഡൈറ്റ് വീടുകൾ എന്ന് വിളിക്കപ്പെടുന്നവയാണ് ഇതിൽ കാണുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ പുരാതന ഭവനങ്ങൾക്ക്. ഇവ 2 സമതലങ്ങളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവയുടെ ലിവിംഗ് ഏരിയ പൂർണ്ണമായിട്ടും പാറയിൽ കുഴിച്ചെടുത്തതാണ്. പരസ്പരം ബന്ധിപ്പിക്കുന്ന പാസേജ് വേകളും അറകളും നിറഞ്ഞ ഈ കെട്ടിടങ്ങൾ ഇന്നും വടക്കേ ആഫ്രിക്കയിലെ പല തദ്ദേശീയരും വസിക്കുന്നുണ്ട്. ഇവിടുത്തെ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ മരവും കല്ലും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. ഇവ പൂർണ്ണമായിട്ട് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്ത് നിർമ്മിച്ചവയാണ്. സഹാറ മരുഭൂമിയിലെ കൊട്ടിൻ ചൂട് ഒഴിവാക്കാൻ ഭൂമിക്കടിയിലുള്ള ഈ കെട്ടിടങ്ങൾ അവിടുത്തെ ആളുകളെ സഹായിച്ചു. ഇവിടെ നിർമ്മിച്ച ഓരോ വീടുകളും അടിസ്ഥാനപരമായിട്ട് ഒരേ നിർമ്മാണ രീതിയാണ് പിന്തുടർന്നിട്ടുള്ളത്. അവയ്ക്ക് മധ്യഭാഗത്തായിട്ട് ഒരു മുറ്റവും ഒരു കിണറും ഉണ്ടാകും. ഈ കേന്ദ്രത്തിൽ നിന്നാണ് സാധാരണയായിട്ട് ചെറിയ മുറികളെയും അറകളെയും ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഒരു ഗോവേണിയിലൂടെയോ അല്ലെങ്കിൽ ഒരു തുരങ്കത്തിലൂടെയാണ് അവിടേക്ക് പ്രവേശിക്കുന്നത്. ചുട്ടുപഴുത്ത മരുഭൂമികളിലെ ഭൂമിക്കടിയിൽ താപനിലയെ കൃത്യമായിട്ട് ക്രമീകരിക്കുന്ന ഇത്തരം കെട്ടിടങ്ങളിൽ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ വിചിത്രമായിട്ടുള്ള സ്ഥലങ്ങളിലെ ആളുകളിലെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നി ഫ്രണ്ട്സ്? നിങ്ങൾക്ക് ഇതിലേക്ക് പോയിട്ട് ഒന്ന് പോകണമെന്ന്, ഈ സ്ഥലത്തേക്ക് ഒന്ന് പോകണമെന്ന് നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയോ ഈ വീഡിയോ കണ്ടപ്പോൾ? അപ്പോൾ തീർച്ചയായിട്ടും ഏത് സ്ഥലത്താണ് നിങ്ങൾക്ക് പോകാനായിട്ട് ഇഷ്ടം തോന്നിയെന്ന് കൂടി നമ്മുടെ സിക്സ്ത് സെൻസ് മലയാളം SSMന്റെ വീഡിയോയിൽ കമന്റ് ആയിട്ട് നിങ്ങൾ അടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി ഇൻഫോർടൈൻമെന്റ് ആയിട്ടുള്ള എന്റർടൈൻമെന്റ് ആയിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള ഫൺ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് SSM വരാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. സ്റ്റേ ട്യൂൺ.